പാപത്തിന്റെ അടിമത്തിന്റെ ചങ്ങലയിൽ നിന്ന് പൊട്ടിച്ച് അവൻ ഞങ്ങളെ വീണ്ടെടുത്ത് ക്രിസ്തുവിന്റെ ഫലം കായ്പാൻ ഞങ്ങളെ ആക്കി വെച്ചു. പ്രിയമുള്ളവരെ, ക്രിസ്തുയേശു നമ്മെ ലോകത്തെ രക്ഷിപ്പാൻ, പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ കടന്നു വന്നു. മാനവരാശിയുടെ രക്ഷയ്ക്കാൻ സകല മനുഷ്യന്റെ പാപത്തെ തന്റെ മേൽ ചുമത്തിക്കൊണ്ട് ഒരിക്കലായി ക്രിസ്തുയേശു കാൽവരി കുരിശിൽ യാഗമായി തീർന്നു. അവന്റെ യാഗം മുഖാന്തരം, അവന്റെ രക്തമുഖാന്തരം ആദ്യ മനുഷ്യന് ആദാം ഏദൻ തോട്ടത്തിൽ വെച്ച ദൈവസന്നിധിയിൽ ചെയ്ത പാപത്തിന്റെ പരിഹാരത്തിനായിട്ട് അവൻ പാപം ചെയ്തു. ആ മനുഷ്യനെ പാപം ചെയ്തതുകൊണ്ട് ഏലോനിൽ നിന്ന് അവനെ പുറത്താക്കി. ഏലോനിൽ പുറത്താക്കിയ മനുഷ്യനെ വീണ്ടും ക്രിസ്തുയേശു അനുഗ്രഹത്തിന്റെ തോട്ടമായ നിത്യ രാജ്യത്തിൽ ചേർക്കുവാൻ തക്കവണ്ണം ക്രിസ്തുയേശു ഭാവികളുടെ മാനസാന്തരത്തിനായി അവൻ നമുക്ക് വേണ്ടി യാഗമായി തീരുവാനിടയായി. ആ യാഗമാണ് കാൽവരി ക്രൂശിൽ യേശു നിവർത്തിച്ചത്. അത് ആ രക്തം ഇന്ന് പലക്കാതെ കാൽവരി ക്രൂശിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ആ രക്തം ഒഴുകുന്നത് സകല മനുഷ്യന്റെ വീണ്ടെടുപ്പിനായിട്ട്. അത് സ്വത്രം യേശുവിന്റെ മേഘവരവോളം ആ രക്തം ഒഴുകിക്കൊണ്ടിരിക്കും. അതുവരെ ലോകത്തിലെ സകല മനുഷ്യനും മാനസാന്തരവും പാപമോചനവും നിത്യജീവനുമുണ്ട്. ക്രിസ്തു തന്റെ സഭ എടുത്തു കഴിഞ്ഞാൽ അതിനുശേഷം ഈ ലോകത്തിൽ ഒരു മാനസാന്തരമില്ല, ഒരു രക്ഷയില്ല, പിന്നെ ആത്മാവിന്റെ ആരാധന ഇവിടെയില്ല. സ്വത്രം ക്രിസ്തുയേശുവിന്റെ വരവോടെയും ഈ ലോകത്തിൽ സുവിശേഷമുണ്ട്, ദൈവത്തിന്റെ ആരാധനയുണ്ട്, പ്രാർത്ഥനയുണ്ട്, സകലതും പരിശുദ്ധാത്മാവിൽ നിറവേറുന്നു. ആ പരിശുദ്ധാത്മാവിന്റെ നിറവേറൽ അത് നഷ്ടപ്പെട്ടു പോകാതെ ഇതുവരെയും അത് അനുഭവിപ്പാൻ ഇന്നും കഴിയാതെ കിടക്കുന്ന അനേകം മാനവരാശി ഭൂലോകത്തിലുണ്ട്. ഇന്ത്യയിലല്ല, കേരളത്തിലല്ല, ഭൂലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും ആ വിധത്തിൽ കഴിയുന്ന മനുഷ്യരുണ്ട്. പല ഭാഷക്കാരിൽ, പല ഗോത്രക്കാരിൽ, പല ജാതിക്കാരിൽ, പല മതക്കാരിൽ എല്ലാവരിലും ആ വിധ അനുഭവമുണ്ട്. യേശു ക്രിസ്തു ക്രിസ്ത്യാനികൾക്ക് മാത്രമുള്ള ദൈവമല്ല, മാനവരാശിയുടെ വീണ്ടെടുപ്പുകാരനായി ആദ്യ മനുഷ്യൻ ആദാം മുതൽ ജനിക്കപ്പെട്ട സകല മനുഷ്യനും കർത്താവിന്റെ മക്കളാണ്. അവൻ സൃഷ്ടിക്കപ്പെട്ടത്, അവന്റെ കരത്താൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ, ആ മനുഷ്യൻ ആരുടെയും അന്യധാനമായ മറ്റൊരു വ്യക്തിയുടെ അവകാശമല്ല. അത് ക്രിസ്തുയേശു ജീവൻ കൊടുത്ത് വില കൊടുത്ത് വാങ്ങിയത് കൊണ്ട് സകല മനുഷ്യനും ക്രിസ്തുവിന് അവകാശമുണ്ട്. ആര് അവന്റെ അടുക്കൽ കടന്നു വരുന്നു, ആര് അവന്റെ ശബ്ദം കേട്ട അവങ്കിലേക്ക് തിരിയുന്നു, ആര് പാപമോചനം ഏറ്റുപറഞ്ഞ് അവന്റെ അടുത്ത് കടന്നു വരുന്നു, അവന്റെ രക്ഷയും വിടുതലും മാനസാന്തരത്തിൽ കൂടെ അവന്റെ നിത്യജീവന്റെ രക്ഷ അവന്റെ ജീവിതത്തിൽ ക്രിസ്തുയേശു വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അവന്റെ അടുക്കൽ പാപം മറച്ചു വെച്ച, പാപത്തെ ഏറ്റുപറയാതെ പാപത്തെ മൂടി വെച്ച, കളങ്കം വെച്ചുകൊണ്ട് ക്രിസ്തുയേശുവിന്റെ നടുവിൽ കടന്നു വരുവാനോ അവനെ ആരാധിച്ച് അവന്റെ രാജ്യത്തിൽ കടക്കുവാനോ ഒരു മനുഷ്യനും കഴിയുന്നതല്ല. അവൻ പാപത്തിന്റെ ദേഹി മരിച്ചു. പാപത്തിന്റെ ശമ്പളം മരണമത്രേ. മരണത്തിന്റെ അധീന മനുഷ്യൻ നിന്ന് സ്വത്രം അവനെ വീണ്ടെടുക്കുവാൻ ക്രിസ്തുയേശു നമ്മെ സ്നേഹിച്ചു. ഒരു മനുഷ്യൻ നമ്മെ സ്നേഹിക്കുന്നത് പോലെയല്ല ദൈവം നമ്മെ സ്നേഹിച്ചിരിക്കുന്നത്. ഒരു മനുഷ്യൻ നമ്മെ ഈ ലോകത്തില് ചില കട്ടതയുടെ നടുവിൽ ചില ധനങ്ങളോ ചില ഏതെങ്കിലും രോഗത്തിന്റെ നടുവിൽ സഹായങ്ങളോ മറ്റു ആഹാരമില്ലാതെ അങ്ങനെയുള്ള സഹായങ്ങളോ ഒരു ഭവനപദ്ധതിയുടെ നടുവിലുള്ള സഹായങ്ങളോ ഒക്കെ ഒരു മനുഷ്യൻ ചിലപ്പോൾ ഒരു മനുഷ്യനെ ചെയ്തെന്ന് വരാം. പക്ഷെയോ ക്രിസ്തുയേശു ചെയ്ത ആ വിധ അനുഭവമല്ല. പാപത്തിന്റെ അടിമത്തിൽ, പാപത്തിന്റെ തൊട്ടിൽ കിടന്ന മനുഷ്യന് പാപത്തിൽ നിന്ന് കരക്കയറുവാൻ കഴിയാതെ വണ്ണം പാപത്തോട് പാപം കൂട്ടി ലോകത്തിന്റെ മോഹത്തിന്റെ അടിമത്തിന്റെ ചങ്ങലയിൽ ശത്രുവാകുന്നവൻ കെട്ടിയിട്ട് അവനെ കുരുക്കിയിട്ട ജീവിതങ്ങളെ, അവന്റെ കുരുക്കുകളെ അഴിച്ചുവിട്ട് അവൻ ചങ്ങലയുടെ ബന്ധനത്തെ അഴിച്ച് അവനെ പുറത്തു കൊണ്ടുവരുവാൻ ക്രിസ്തുയേശു നമുക്ക് ജീവൻ തന്നു. പ്രിയമുള്ളവരെ, ആദ്യ മനുഷ്യൻ ആദാമിൽ നിന്ന് ജനിക്കപ്പെട്ട മനുഷ്യർ സകലരും ക്രിസ്തുവിന്റെ മക്കളത്ര. ഒന്ന്, സകല മനുഷ്യനും ക്രിസ്തുവിന്റെ മക്കള്. രണ്ട്, അവന് ഇഷ്ടമക്കളുണ്ട്, അവന് പ്രിയ മക്കളുണ്ട്. പ്രിയമുള്ളവരെ, ഇഷ്ടമക്കൾ എന്ന് പറയുന്നത് അവന് സകല മക്കൾ എന്ന് പറയുന്നത് ഈ ലോകത്തിന്റെ
ഇഷ്ടം ചെയ്താൽ ഈ ലോകത്തിന്റെ മോഹത്തിലാൻ, ഈ ലോകത്തിന്റെ വഴിയിലാൻ, ഈ ലോകത്തിന്റെ നന്മകളെ സ്വരൂപിക്കുവാൻ തലമുറകൾക്ക് വേണ്ടി, അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ വഴികളെ തെറ്റി സാമ്പത്തികങ്ങളെ ഉണ്ടാക്കി ഈ ലോകത്തിൽ നല്ലവണ്ണം അടിച്ചു പൊളിച്ച് നല്ലവണ്ണം ജീവിക്കുവാൻ, നല്ല ഭവനം പണിയുവാൻ, നല്ല പാർപ്പിടത്തിന്, നല്ല സ്തോത്രം വാഹനങ്ങളെ നേടുവാൻ, ബാങ്ക് ഡിപ്പോസിറ്റുകൾ ഉണ്ടാക്കുവാൻ, ഇതൊക്കെയും പല കള്ളത്തരങ്ങളിൽ കൂടെ മനുഷ്യൻ സാമ്പത്തികം ഉണ്ടാക്കിയിട്ട് ഇതൊക്കെയും ദൈവം എനിക്ക് തന്നത് എന്ന് പറഞ്ഞ് നടക്കുന്ന മനുഷ്യനുണ്ട്. പ്രിയമുള്ളവരെ, ആ വിധ അനുഭവത്തിൽ ഉണ്ടാക്കുന്ന സമ്പത്തൊന്നും ദൈവം തന്നതല്ല, അത് അനീതിയിൽ കൂടെ ഉണ്ടാക്കിയത്. എത്ര യോഹന്നാൻ സ്നാപകൻ സ്നാനം കൊടുക്കുമ്പോൾ അത് സദൃശരും യോഹന്നാന്റെ അടുക്കൽ മാനസാന്തര സ്നാനത്തിനായി കടന്നു വന്നു. യോഹന്നാനോട് അവര് ചോദിക്കുന്നു, ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് യോഹന്നാനോടുകൂടി അവര് ചോദിപ്പാനിടയായി. ഹല്ലേലൂയ. യേശുവിന്റെ മഹത്വം, യേശുവിന്റെ മഹത്വം, യേശുവിന്റെ മഹത്വം. യോഹന്നാനോടുകൂടി സദൃശന്മാർ ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന്. നിങ്ങൾ അധികമായി ഒന്നും കറ്റൂനി വാങ്ങരുത്, അധികമായി ഒന്നും മനുഷ്യൻ നിന്ന് പിടിച്ചു വാങ്ങരുത്, അത് പാപമത്രേ. സ്തോത്രം. അതുകൊണ്ട് അവർ അപ്രകാരം അവരുടെ കറ്റൂനി ആ വിധം അനുഭവത്തിൽ ദൈവമില്ലാത്ത സാമ്പത്തിക വിഷയങ്ങളെ ജീവിതത്തിൽ പിണഞ്ഞു കിടക്കുന്നത് വിട്ടുമാറി ക്രിസ്തുവിനോട് ചേരുവാൻ, എങ്കിൽ മാത്രമേ കർത്താവിന്റെ ഇഷ്ടമകനും പ്രിയമകനുമാകുവാൻ ഇടയാകുകയുള്ളൂ. അല്ല, ഇഷ്ടമകനും പ്രിയമകനും ആകുവാൻ മനസ്സില്ലാത്ത ഏത് മനുഷ്യനും നമ്മൾ കടന്നു പോകുന്ന വഴികളിൽ കടന്നുപോയാൽ മതി. നമുക്ക് ഈ ലോകത്തിൽ ജീവിതത്തിൽ നന്മകളെ പ്രാപിക്കാം, അനുഗ്രഹങ്ങളെ പ്രാപിക്കാം, ഈ ലോകത്തിൽ സന്തോഷമായി നമുക്ക് ജീവിക്കുവാൻ കഴിയും. പക്ഷേയോ ഹല്ലേലൂയ, അവന്റെ ജീവിതത്തിൽ അവസാനം വരുമ്പോൾ അവന്റെ ജീവിതത്തിൽ ക്രിസ്തുവുമായി ഒരു ബന്ധമില്ലാത്തവനായി ക്രിസ്തുവിന്റെ പട്ടണത്തിലാണ്, അവൻ ഒരുക്കുന്ന രാജ്യത്തിലാണ്, അവൻ ഒരുക്കുന്ന ഭവനത്തിലാണ് കടക്കുവാൻ കഴിയാതെ വണ്ണം അവൻ പാപത്തിന്റെ അടിമത്തിൽ കിടന്നിട്ട് അവൻ ദൈവം സാത്താനും അവൻ സൃഷ്ടിക്കപ്പെട്ട നരകത്തിന്റെ ഓഹരിക്കാരായി തീരുവാൻ ഇടയാകും. പ്രിയമുള്ളവരെ, സ്വർഗം ദൈവം മനുഷ്യന് ഉണ്ടാക്കിയിരിക്കുന്നതല്ല, നരകം. ദൈവത്തെ അനുസരിക്കാത്ത ദൈവസനയിൽ മത്സരിച്ച ദൂതന്മാരെ അവരെ പിശാചുക്കളായി മാറിയപ്പോൾ അവരെ അടയ്ക്കുവാൻ അവൻ നരകത്തെ സൃഷ്ടിച്ചു. എന്നാൽ ഈ കാലഘട്ടത്തെ നാം പരിശോധിക്കുമ്പോൾ ദൈവത്തെ ആരാധിപ്പാൻ ദൈവം സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പാപം ചെയ്ത് നരകത്തിന്റെ ഓഹരിക്കാരായി ഓടിക്കൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ നരകത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ അത്രേ ഇന്ന് വൈകുന്നേരം ഞങ്ങൾ ഈ നിമിഷം ഈ ദേശത്തിൽ വന്ന് ഞങ്ങൾ അറിഞ്ഞതും ഞങ്ങൾ അനുഭവിച്ചതും ഞങ്ങൾ സന്തോഷിച്ചതും ഞങ്ങൾ തൊട്ടതുമായ ക്രിസ്തുയേശുവിന്റെ രക്ഷയെക്കുറിച്ച് ഈ ദേശവാസികളോട് വിളിച്ചു പറയുന്നത്. കേൾക്കുവാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് തിരുവെടുത്ത് വിളിച്ചു പറയുന്നു. കേൾക്കും എങ്കിൽ അവയെ അനുസരിക്കുമെങ്കിൽ ഒരു നിത്യജീവനുണ്ട്, ഒരു രക്ഷയുണ്ട്, ഒരു ന്യായവിധി ഇതാ വേഗത്തിൽ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഭക്തനായ യോബ് വിളിച്ചു പറയുന്നു, മനുഷ്യൻ മരിച്ചാൽ ദ്രവിച്ചു പോകുന്നു, അവൻ പ്രാണനെ വിട്ടാൽ പിന്നെ എവിടെ? ആമേൻ. യോബ് ലോകത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അവൻ പ്രാണനെ വിട്ടാൽ അവൻ പിന്നെ എവിടെ? ഹല്ലേലൂയ. മനുഷ്യ, നമ്മുടെ ജീവിതത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. മനുഷ്യൻ ഈ ലോകത്ത് ജീവിച്ചിട്ട് ഒരിക്കലും മനുഷ്യൻ മരിക്കുന്നില്ല. അവന്റെ മരണം എന്ന് പറയുന്നത് രണ്ടാമത്തെ മരണത്തിൽ അകപ്പെടാതിരിക്കുന്നവൻ ഭാഗ്യവാനും വിശുദ്ധനും ആകുന്നു. രണ്ടാം മരണം എന്ന് പറഞ്ഞതോ ഈ ലോകത്തിലെ മരണത്തിന് ശേഷം ക്രിസ്തുയേശുവിന്റെ ന്യായ സിംഹാസന നടുവിൽ ഒരു ന്യായവിധിക്കാൻ ഞാനും നിങ്ങളും നിൽക്കേണ്ടി വരും. മാനവരാശിയായ സകല മനുഷ്യനും ആദാമന സന്തതിയാൽ ജനിക്കപ്പെട്ട സകല മനുഷ്യനും കർത്താവ് യേശു ക്രിസ്തുവിന്റെ എല്ലാ സിംഹാസനത്തിന്റെ
നടുവിൽ ഒരു ദിവസം നിൽക്കേണ്ടി വരും. അന്ന് അവൻ നമ്മെ ന്യായം വിധിക്കും. അന്ന് നമ്മോട് ചോദിക്കും, കർത്താവ് ചോദിക്കും, നീ എന്നെ ആരാധിച്ചോ? നീ സുവിശേഷത്തിൽ വിശ്വസിച്ചോ? നീ എന്റെ വചനപ്രകാരം തന്നെയാണോ നടന്നത്, ജീവിച്ചത്? നിനക്കിത് നായിസ എന്റെ ഇഷ്ടം ചെയ്ത് നീ പൂർത്തീകരിച്ചോ എന്ന് കർത്താവ് ചോദിക്കുന്ന ഒരു ദിവസമുണ്ട്. പ്രിയമുള്ളവരെ, അത് എന്നോടും ചോദിക്കും, അത് നിങ്ങളോടും ചോദിക്കും. ആ നാളുകൾ നിങ്ങൾ ബലപ്പെട്ടിരിക്കുമോ? നിങ്ങൾ ഉയർന്ന് നിങ്ങൾ ബലം പ്രാപിച്ച നിങ്ങൾ ഉറച്ചിരിക്കുമോ? അന്ന് കർത്താവിന്റെ ചോദ്യത്തിന്റെ മുന്നിൽ ഉറപ്പോടും ധൈര്യത്തോടും ആ ചോദ്യം നിൽക്കണമെങ്കിൽ നാം ദൈവത്തിന്റെ വചനം ആധാരമാക്കി ദൈവത്തെ ആത്മാവിലും സത്യത്തിലും വിശുദ്ധിയിലും വേർപാടിലും അവൻ ആരാധിച്ച് അവന്റെ ആത്മാവിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ അവൻ മരിച്ചാലും ജീവിക്കുന്നു. അവന്റെ ജീവിതത്തിൽ മരണാനന്തര ജീവിതം അവൻ നിത്യത്തിലേക്ക് കഴിക്കുവാനിടയാകും. പ്രിയമുള്ളവരെ, മരണത്തിന് ശേഷമുള്ള നരക ജീവിതത്തിൽ നിന്ന് ഒഴിവാകുവാൻ അത്രേ ഞങ്ങൾ വിളിച്ചു പറയുന്നത്. നരകമെന്ന് പറയുന്നത് നരകത്തിനകത്ത് ചാകാത്ത പുഴുക്കളും കെടാത്ത തീയുമുണ്ട്. മനുഷ്യനെ അതിനകത്ത് ഉപ്പിലിട്ട് വച്ചിരിക്കുന്നു എന്ന് പറയുന്നു. ഉപ്പ് എന്ന് പറയുന്നത് അതെ അവിടുത്തെ അഗ്നിയെ കുറിച്ച് പറയുന്നു. അഗ്നി കൊണ്ട് നമ്മെ ഉപ്പിലിട്ട് വച്ചിരിക്കുന്നത് പോലെ സ്തോത്രം ഈ ലോകത്ത് നമ്മൾ പല ഉപകരണങ്ങൾ സ്തോത്രം ഉണക്ക മീനുകൾ ഉപ്പിലിട്ട് വച്ചിരിക്കുന്നത് പോലെ മരിച്ചതിന് ശേഷം അവൻ ദൈവത്തിന്റെ വചനത്തിന് വിരുദ്ധമായി ജീവിച്ചു എന്നാണെങ്കിൽ അവനെ നരകത്തിൽ ഉപ്പിലിട്ട് വയ്ക്കുന്ന അനുഭവം ഉണ്ടാകും. കെടാത്ത തീയിൽ ജീവനുള്ള പുഴുക്കൾ ഉണ്ടെന്ന് പറയുമ്പോൾ മനുഷ്യനെ വിശ്വസിക്കുവാൻ കഴിയുകയില്ല. എന്നാൽ ഈ കാലഘട്ടത്തിൽ മനുഷ്യന് ചിന്തിച്ചാൽ മനുഷ്യന് അറിവുണ്ട്. അതേ ലോകത്തിലെ അഗ്നി പർവ്വതങ്ങൾ പൊട്ടി പുറപ്പെട്ടപ്പോൾ അതിനകത്തിൽ നിന്ന് ജീവനുള്ള പ്രാണികളുണ്ടെന്ന് ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുണ്ട്. എങ്കിൽ അതിനു മുമ്പേ വിശുദ്ധ വേദപുസ്തകം പറയുന്നു, അഗ്നിയിൽ എരിയാകാത്ത പുഴുക്കളും കെടാത്ത തീയുമുണ്ടെന്ന്. അതിനകത്ത് വീണ് നശിച്ചു പോകാതെ ഒരു നിത്യജീവൻ പ്രാപിപ്പാൻ തക്കവണ്ണം നിങ്ങൾക്ക് ഒരുങ്ങുവാൻ കഴിയുമോ? പ്രിയമുള്ളവരെ, ഞങ്ങൾ വിളിച്ചു പറയുന്നത് ഒരു സൂചനയത്ര, ഒരു സൂചന, ഒരു ആപത്ത്, ഒരു അനർത്ഥം ഇതാ പുറകിൽ കടന്നു വരുന്നുണ്ട്. ആ അപകടത്തില് നിങ്ങൾ അകപ്പെട്ടു പോകാതെ രക്ഷ പ്രാപിപ്പാൻ അത്രേ ഒരു സൂചനയായിട്ട് ഞങ്ങൾ കവലകളില് ക്രിസ്തുയേശുവിന്റെ വചനത്തിൽ കൂടെ രക്ഷയെയും മാനസാന്തരത്തെയും വീണ്ടെടുപ്പിനെയും കുറിച്ച് ക്രിസ്തുവിന്റെ ന്യായവിധിയെ കുറിച്ച് ഞങ്ങൾ വിളിച്ചു പറയുന്നു. ഒരിക്കൽ നമുക്കെല്ലാവർക്കും അറിയാം, ടൈറ്റാനിയം എന്നൊരു കപ്പൽ ഇതാ ആദ്യമായി സമുദ്രത്തിലേക്ക് അവർ ഓടിക്കുവാനിടയായി. അതിന്റെ കന്നി ഓട്ടമായിരുന്നു. അതിനകത്ത് എല്ലാ സുഖ സൗകര്യങ്ങളുണ്ട്, ഇല്ലാത്തതൊന്നുമില്ല. തിയേറ്റർ ഉണ്ട്, ക്ഷേത്രം, സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, ബാറുകളുണ്ട്, ജീവിക്കാനുള്ള എല്ലാ തിന്നു കുടിക്കുവാനുള്ള സൗകര്യങ്ങളുമുണ്ട്. അവരാദ്യത്തതായ യാത്ര അവർ ആരംഭിച്ചു. അവരാഡംബരത്തോടുകൂടി സന്തോഷത്തോടുകൂടി യാത്ര പുറപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഒരു കപ്പൽ അടുത്തു വന്ന് അവരോട് മുന്നറിയിപ്പ് കൊടുത്തു. പെട്ടെന്ന് നിങ്ങളുടെ കപ്പലിനെ, ടൈറ്റാനിക് കപ്പലിനെ സൂക്ഷിച്ചു. എത്രയോ വലിയൊരു ടൺ ഭാരമുള്ള ഒരു മഞ്ഞുകെട്ടിയില വെള്ളത്തിനടിയിൽ കടന്നു വരുന്നു. ആ മഞ്ഞുകെട്ടിയിൽ ഇടിച്ചാൽ കപ്പൽ കടന്നു പോകും, നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുവാൻ ആ കപ്പൽക്കാരൻ വിളിച്ചു പറഞ്ഞു. പ്രിയമുള്ളവരെ, അവർ വിളിച്ചു പറഞ്ഞ ആ വാക്കുകളെ അവർക്ക് ഏറ്റെടുക്കുവാൻ അവർക്ക് മനസ്സില്ലാതെ വണ്ണം അവർ നഗളം കൊണ്ട് അകംഭാവം കൊണ്ട് എത്ര തന്നെ വലിയ മഞ്ഞുകെട്ടി വന്നു ഞങ്ങളെ കപ്പലിടിച്ചാലും ഒരു ദോഷം വരികയില്ല, അത്ര ബലത്തോടുകൂടി ഞങ്ങൾ പണിതിരിക്കുന്നു എന്ന് അവർ അഹംഭാവത്തോട് പറഞ്ഞ് അതിനെ ഗണ്യമാക്കാതെ മുന്നോട്ട് കടന്നുപോയി. പ്രിയമുള്ളവരെ, ചില നാഴികകൾ കടന്നു മുമ്പോട്ട് പോയപ്പോൾ ആ മഞ്ഞുകെട്ടി ഒഴി വന്ന ടൈറ്റാനിക് കപ്പലിന്റെ അടിത്തട്ടിനെ പൊളിച്ചു മാറ്റി. പ്രിയമുള്ളവരെ, അവഗണന, അനുസരണക്കേട്, അകംഭാവവും നഗളവും അവന്റെ ജീവിതത്തിൽ വന്നതുകൊണ്ട് അവൻ ഒഴിഞ്ഞു മാറുവാൻ കഴിഞ്ഞില്ല. ആ കപ്പൽ പരിശോധിച്ച് നോക്കുമ്പോൾ സകല സുഖ സൗകര്യങ്ങൾ ഉണ്ട്. എന്നാൽ സകലത്തെ നിർമ്മിച്ചവനായ കർത്താവിനെ ആരാധിപ്പാൻ ഒരു പ്രാർത്ഥനയുടെ മുറയെ അതിനകത്തില്ലായിരുന്നു. ഫുട്ബോൾ കളിപ്പാൻ ഗ്രൗണ്ട് ഉണ്ട്, പ്ലെയിൻ ഇറങ്ങുവാൻ, ഹെലികോപ്റ്റർ ഇറങ്ങുവാൻ ഗ്രൗണ്ട് ഉണ്ട്,
ആമേ വായനശാലയുണ്ട്, ആമേ സ്വോത്രം മദ്യഷാപ്പുണ്ട്, ആമേ അതിനകത്തില്ലാത്തത് ഒന്നുമില്ല. പക്ഷേ ദൈവത്തെ ആരാധിപ്പാൻ ഒരു പ്രാർത്ഥനയുടെ മുറയിൽ അതിനകത്തില്ലായിരുന്നു. അവർ ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരാൻ, ഈ ലോകത്തിന്റെ സാമ്പത്തികത്തിലാൻ, ഈ ലോകത്തിന്റെ സന്തോഷത്തിലാൻ, ഈ ലോകത്തിന്റെ മായയിൽ അവർ അലിഞ്ഞു ചേർന്ന് മുന്നോട്ട് കടന്നുപോയി. പ്രിയമുള്ളവരെ, അകമകണ അവരനുഭവിച്ചു. അവ കപ്പലിന്റെ അടിത്തട്ട് പൊളിഞ്ഞു, കപ്പൽ വെള്ളത്തിൽ താഴുവാൻ തുടങ്ങി. ആമേ കപ്പൽ താണപ്പോൾ നിലവിളി ഉയർന്നു. ആമേ പക്ഷയോ രക്ഷിപ്പാൻ ആർക്കും കഴിവില്ലാതെയായി. പലരും ജീവന് വേണ്ടി നിലവിളിക്കുമ്പോൾ ആ കപ്പലിന്റെ മുകളിൽ നിന്നുകൊണ്ട് ഒരു മാതാവ് അവര് പാടി ദൈവത്തെ സ്തുതിച്ചു. പ്രിയമുള്ളവരെ, അവര് പാടുന്നതും ദൈവത്തെ സ്തുതിക്കുന്നതും കണ്ടിട്ട് മറ്റുള്ളവർ ചോദിച്ചു, എന്ത് മാതാവേ, ഈ ദുഃഖവും ഈ വേദനയും നാം തകർന്ന് നശിക്കാൻ പോകുമ്പോൾ ഈ മഹാസമുദ്രത്തില് നമ്മുടെ ജീവൻ അടിത്തട്ടി താണുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് സന്തോഷിക്കുന്നു എന്ന് മാതാവിനോട് ചോദിച്ചപ്പോൾ മാതാവ് പറഞ്ഞു, അല്ലയോ, എന്റെ ഈ കപ്പലാൽ കരക്കെത്തിയാൽ അക്കരെ താമസിക്കുന്ന എന്റെ മകളുണ്ട്, ഞാൻ മകളെടുത്ത് കടന്നു പോകും. അല്ല, ഈ കപ്പൽ ഇവിടെ താണാൽ എന്റെ മകള് ഒരു മകൾ മരിച്ചുപോയി അവര് നിത്യരാജ്യത്തിൽ ചേർത്ത് ഞാൻ അവളെടുത്ത് കടന്നുപോയി നിത്യ സന്തോഷം അനുഭവിക്കുമെന്ന് ഈ മാതാവ് വിളിച്ചു പറയുന്നിടയായി. പ്രിയമുള്ളവരെ, ആ മാതാവിന്റെ ജീവിതത്തില് ഒരു പ്രത്യാശ ഉണ്ടായിരുന്നു. അവരിൽ ഭരിച്ചിരുന്നത്, അവരെ നിയന്ത്രിച്ചിരുന്നത്, അവരനുഭവിച്ചിരുന്നത് ഈ ലോകത്തിന്റെ സ്നേഹമല്ല, ഈ ലോകത്തിന്റെ പ്രഭുവിന്റെ നരമല്ല. അവരനുഭവിച്ചത് ക്രിസ്തുവിന്റെ ആത്മാവത്രേ അവരുണ്ടായിരുന്നത്. ആത്മാവ് പ്രാപിച്ചവൻ ഏത് പ്രതികൂല സാഹചര്യയുടെ നടുവില് അവന് പ്രശ്നമില്ല. ആ കഷ്ടതയെ തരണം ചെയ്ത് അവനാ ഒരുക്കിയിരിക്കുന്ന നിത്യജീവനെ പ്രവർത്തിക്കാൻ അവന് ആഗ്രഹമുണ്ട്, അവനത് കഴിയുമെന്ന് അവന് ഉറപ്പുണ്ട്. അതാണ് പ്രിയമുള്ളവരെ, ക്രിസ്തുവിനെ അറിഞ്ഞ ഞങ്ങളുടെ ജീവിതത്തിന്റെ മേൽ കഷ്ടതകളും ശോധനകളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാതെയല്ല. പക്ഷെ ഞങ്ങളുടെ ജീവിതത്തിൽ വരുന്ന വേറെ പ്രശ്നങ്ങളുടെ നടുവിലാണ് വലിയവനായി ദൈവത്തെ ഉത്തുകൊള്ളുന്നു. എന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ ഉത്തരമരളി ഞങ്ങൾക്ക് ആശ്വാസം തരുന്നു, രോഗസൗഖ്യം തരുന്നു, നന്മയില്ലാത്ത നന്മ തരുന്നു, കട്ടയിൽ വിടുവിക്കുന്നു, പ്രതികൂലത്തെ വിടുവിക്കുന്നു. പ്രിയമുള്ളവരെ, ഇതാണ് ക്രിസ്തുയേശുവിന്റെ സ്നേഹം. ആമേ സ്തോത്രം. അവന്റെ അടുക്കൽ കടന്നു വന്നവരാരെയും അവൻ വെറും കൈയോടെ അയച്ചില്ല. അവരെല്ലാവരും അവൻ അനുഗ്രഹിക്കപ്പെട്ടവരായി തീർത്തു. ഇന്ന് വരെ വൈകുന്നേരം ഞങ്ങൾ യേശുത്തെ വിളിച്ചു ചോദിക്കുന്നു, പ്രിയനെ, നിങ്ങൾക്ക് കടന്നു വരാൻ കഴിയുമോ? നിങ്ങൾക്ക് രക്ഷപ്രാപിക്കാൻ മനസ്സുണ്ട്? ഈ ദൈവത്തിന്റെ കടന്നു വന്ന് ഈ ദൈവത്തോട് ചേരുവാൻ അത് നിങ്ങൾക്ക് മനസ്സുണ്ട്? അതോ ഞങ്ങൾ പറയുന്ന ഈ സ്നേഹത്തെ നിങ്ങളുടെ കൈകൊണ്ട് തട്ടിക്കളഞ്ഞ് അവഗണനയിൽ കടന്നുപോയി ആ ശൈത്താൻ കപ്പന്റെ കാമേ തകർച്ച പോലെ ജീവിതത്തിന്റെ മണ്ഡലങ്ങള്, ഭവനത്തിന്റെ മണ്ഡലങ്ങള്, കുടുംബജീവിതത്തിന്റെ മണ്ഡലങ്ങള് തകർന്നു പോകാതിരിക്കാൻ നിങ്ങളുടെ തലമുറകൾക്കാൻ, നിങ്ങളുടെ ദേശത്തിനായി നിങ്ങളോട് ദൈവത്തോട് പ്രാർത്ഥിപ്പേൻ. ദേശത്തിൽ വരുവാനിരിക്കുന്ന അനർത്ഥത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന്, ഘട്ടത്തിൽ നിന്ന് തലമുറയിൽ അഞ്ഞടിക്കുന്ന പ്രതികൂല മണ്ഡലത്തെ വിടുവിപ്പാൻ നിങ്ങള് മാതാപിതാക്കന്മാർ ദൈവത്തിന് മുഴങ്കാലം അടക്കി നിങ്ങളുടെ തലമുറ രക്ഷയ്ക്കാൻ ദൈവത്തോട് നിലവിളിക്കുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ട്. ലോകത്തെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. നമ്മുടെ തലമുറയുടെ ജീവിതം എവിടേക്ക് പോകുന്നു? പ്രിയമുള്ളവരെ, നമ്മുടെ മക്കള് അവിടെ സന്തോഷം കണ്ട്, അവിടെ ഭാവി ജീവിതം കണ്ട്, അവിടെ അനുഗ്രഹത്തെ കണ്ട് സന്തോഷിപ്പാൻ കാത്തിരിക്കുന്ന മാതാവേ, പിതാവേ, നിന്റെ ജീവിതത്തില് തലമുറയെ ചൊല്ലി ഭാരമുണ്ടോ? നിനക്ക് സ്വസ്ഥതയുണ്ടോ? നിനക്ക് സന്തോഷമുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കാം. നീ ഉന്ന വിഷയങ്ങൾ തലമുറകൾ ഭവനത്തിൽ നിറഞ്ഞു പോകുന്നു. അവൻ മടങ്ങി വരുന്നു പോകുന്നത് പോലെയല്ല അവന്റെ ജീവിതത്തിലെ സ്വഭാവങ്ങൾക്ക് മാറ്റം സംഭവിക്കുന്നു. അവനല്ലാത്തവനായി ഒരു ക്രൂരനായി മാറുന്നു. അപ്പനെ അറിഞ്ഞുകൂടാ, അമ്മ അറിഞ്ഞുകൂടാ, സഹോദരനാരെന്ന് അറിഞ്ഞുകൂടാ, ചാർത്തക്കാരെന്ന് അറിഞ്ഞുകൂടാത്തവനായി അവരൊരു പശാചികനായി ബന്ധിക്കപ്പെട്ടവനായി തീരുന്നു. പ്രിയമുള്ളവരെ, ഞങ്ങൾ വിളിച്ചു പറയുന്നത് വെറുതെയല്ല. ഞങ്ങൾ വിളിച്ചു പറയുന്നത് നിങ്ങളുടെ തലമുറകള് നശിച്ചു പോകാതിരിക്കാൻ പുത്രന്റെ ഭാഗം ചിന്തിക്കുമെങ്കിൽ നിങ്ങൾ
നിനക്കൊരു രക്ഷയുണ്ട്. നിന്റെ തലമുറകൾക്ക് അനുഗ്രഹമുണ്ട്. തലമുറ പാപിച്ചു വിധങ്ങളെ ഓർത്ത് കരയുന്നവരെ, അവരുടെ വിദ്യാഭ്യാസ മേഖലയെ ഓർത്ത് ദൈവത്തോട് നിലവിളിപ്പാൻ നിങ്ങൾക്ക് സമയമുണ്ടോ? അതെ, ടി വി ഉണ്ടോ? ഇന്ന് വൽക്കാലം ആമേ നമ്മൾ ചിന്തിച്ചു നോക്കുക. ഇന്ന് രാത്രി ആമേ നാളെ പ്രഭാതം വരുന്ന ദിനപത്രമെടുത്ത് ഈ വിശുദ്ധ വേദപുസ്തകവുമായി ഒന്ന് താരതമ്യപ്പെടുത്തി വിളിച്ച് ഒന്ന് വായിച്ചു വന്നു നോക്കുക. ആമേ, യേശുക്രിസ്തു ഭൂമിയിൽ വരുന്നതിന് മുമ്പ് ലോകത്തിൽ പ്രവാചകന്മാർ വിളിച്ചു പറഞ്ഞ പ്രവർത്തനം ഇന്ന് നാളെ വരുന്ന പത്രവാർത്തയിൽ പുറത്തു വരുന്നു. ഇത് എവിടെ നിന്ന് വരുന്നു? ദൈവത്തിന്റെ ആത്മാവിനാൽ അന്ത്യകാല സംഭവങ്ങൾ ഭൂലോകത്തിൽ വിളിച്ചു പറയുമ്പോൾ കേൾക്കുവാൻ ചെവിയില്ലാതെ, കേൾക്കാൻ ഹൃദയമില്ലാതെ ആമേ മന്ദമായി പോകരുത്, മന്ദമായി പോകരുത്. നമ്മൾ ഉണരേണ്ട സമയം. ആർക്ക് വേണ്ടി? നമ്മുടെ തലമുറകൾക്ക് വേണ്ടി. അവിടെ പാപത്തിൽ നിന്ന് അവരെ രക്ഷയിലേക്ക് നയിക്കുവാൻ ഒന്നാമതായി നമ്മുടെ മാതാപിതാക്കന്മാർ ഉണരേണ്ടത് ആവശ്യമുണ്ട്. അവർ ഈ ലോകത്തിൽ അവരുടെ ജീവിതത്തിൽ ക്രിസ്തുവിന്റെ കരങ്ങൾ ഏൽപ്പിച്ചിട്ട് തലമുറകൾക്ക് വേണ്ടി ദൈവസനയിൽ രാത്രിയുടെ യാമത്തിൽ നീ ദൈവസനയിൽ ഓരോരോ കണ്ണുനീരൊഴിക്കണം, കണ്ണുനീരൊഴിക്കണം. നിന്റെ തലമുറയ്ക്കാൻ, അവന്റെ അനുഗ്രഹത്തിനാൽ, അവനെ രക്ഷയ്ക്കാൻ, അവൻ നല്ല വഴി വരുവാൻ, അവൻ ദൈവശ്രീയായി തീരുവാൻ, അവന് നല്ലൊരു നന്മ പ്രാപിച്ച് ആ നന്മ നമുക്ക് അനുഭവിക്കപ്പെടുവാൻ അവന് വേണ്ടി, അവൾക്ക് വേണ്ടി കണ്ണുനീരൊഴിക്കേണ്ടത് മാതാപിതാക്കന്മാരുടെ ആവശ്യമായിരിക്കുന്നു. അമേ വിലാമങ്ങളുടെ പുസ്തകം എന്ന് പറയുന്നൊരു പുസ്തകം വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്നു. അവിടെ നിങ്ങൾ വായിച്ചു നോക്കണം. ദൈവത്തെ മറന്നുപോയവന്റെ ജീവിതത്തിൽ അവൻ ദൈവത്തെ മറന്നാൽ അവൻ ഇസ്രായേൽ ജനം ദൈവത്തെ വിട്ടുപോയ ഇസ്രായേൽ ജനത്തിന് മേൽ യഹോവയുടെ ന്യായവിധിയുടെ കരം കടന്നു വന്നാൽ അവന് കഴിപ്പാൻ ഭക്ഷണമില്ലാത്ത അവൻ തെണ്ടി നടക്കേണ്ടി വന്നു, അവൻ ഇറന്നു നടക്കേണ്ടി വന്നു. ആരാ? ഒരിക്കൽ വലിയ ഉന്നതനായിരുന്നവൻ കുപ്പകളെ അവൻ ആലിംഗനം ചെയ്യുന്നു. ഉന്നതന്മാർ ആകാരത്തിന് വേണ്ടി ഇരക്കുന്നു. എന്തുകൊണ്ട്? അവൻ ചെയ്ത ദൈവസേന ദൈവത്തിന്റെ കപ്പലുകളെ പുറകൽ വലിച്ചെറിഞ്ഞിട്ട് ദൈവത്തെ മറന്ന് ഓടിപ്പോയ ജീവിതമൊക്കെ അവന്റെ നഗളം കൊണ്ട് അവൻ ദൈവസനെ തളരുവാനിടയായി. അവൻ നശിച്ചുപോയി, അവന്റെ തലമുറ നശിച്ചുപോയി. പാപത്തിന്റെ ചങ്ങലയിൽ അകപ്പെട്ടുപോയി. പ്രിയമുള്ളവരെ, സൊലോമൻ രാജാവിന് കൊടുത്ത ജ്ഞാനം ലോകത്തിലെ വലിയൊരു ജ്ഞാനമുള്ളവനാ അവനെ ദൈവം സൃഷ്ടിച്ചു. അവൻ ജ്ഞാനിയുടെ ജ്ഞാനിയായ സൊലോമൻ, അവനെ പറ്റി ചരിത്രം പറയുന്നു. ഇറമ്പുകൾ തമ്മിൽ സംസാരിക്കുന്നത് അത് സൊലോമോന് അറിയാമായിരുന്നു. ചമയ്ക്കുന്ന കുതിരക്കാർ അവൻ മിസ്രൈമിൽ പോയി. കുതിരകളെ മാത്രമല്ല വാങ്ങിയത്, അവന്റെ ഫറവോന്റെ പുത്രിയെയും കൂടി അവൻ വിവാഹം ചെയ്തു.